അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം രണ്ടാമത്തെ പാർട്ട്, അതിൽ 18ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇതിനു മുമ്പെടുത്ത ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഒന്നാമത്തെ പാർട്ടിലെ വീഡിയോസ് കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള എൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് ചാനലിൽ പോവാൻ സാധിക്കും. ചാനലിൽ പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എടുക്കുക. എടുത്തതിനു ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നോക്കിയാൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും. ആ പ്ലേലിസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഒന്നാമത്തെ പാർട്ടിലെ വീഡിയോസ് കൂട്ടുകാർക്ക് ലഭ്യമാകും. ഈ പ്ലേലിസ്റ്റിൽ തന്നെ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം രണ്ടാമത്തെ പാർട്ടിലെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് എടുത്തു നോക്കാം. അതുപോലെ ആവശ്യമുള്ള സബ്ജക്റ്റിലെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. കൂട്ടുകാർ ഈ പാഠം നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. അദ്ദർസു സാമിൻ അഷർ, 18ാമത്തെ പാഠം ഹാദിമുൽ ലദ്ദാത്ത്. ഈ പാഠത്തിൽ നാം മരണസ്മരണയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പാഠത്തിൽ നാം പ്രത്യേകം മനസ്സിലാക്കുന്നത് മരണത്തെ കൊതിക്കരുത്, എന്നാൽ മരണത്തെ ഓർക്കണം. മരണത്തെ ഓർക്കുന്നവർക്കുള്ള നേട്ടങ്ങളെക്കുറിച്ചും മരണത്തെ ഓർക്കാത്തവർക്കുള്ള കോട്ടങ്ങളെക്കുറിച്ചും ഈ പാഠത്തിൽ വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. കൂട്ടുകാർ നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. ഈ പാഠത്തിൻ്റെ അവസാനം നമുക്കൊരു ബോക്സ് ഉണ്ട്. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇതിൻ്റെ അർത്ഥം എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും. അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളും മരണം എന്ന കവാടം കടക്കുക തന്നെ ചെയ്യും. എല്ലാവരും തദ്രീബാത്ത് എടുത്തില്ലേ? തദ്രീബാത്തിൽ ആദ്യം നഖ്റ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കണം. ഹാദിം, മുറിച്ചു കളയുന്നത്. അസർ, സ്വാധീനം. ലദ്ദത്ത്, സുഖം. ലർബുൻ, വെട്ട്. അഹ്ൽ, കുടുംബം. മിഅ്വൽ, പിക്കാസ്. ഷിറാഖ്, ചെരുപ്പിൻ്റെ വാർ. ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ. മൗത്ത്, മരണം. ത്വലബ, അന്വേഷിച്ചു. അദ്ന, ഏറ്റവും അടുത്തത്. ദിക്ർ, ഓർമ്മ. ബർസഖ്, മരണം മുതൽ പുനരുത്ഥാനം വരെയുള്ള ഘട്ടം. ഇനി അടുത്തത് നോക്കൂ. നുതർജിം. ഇവിടെ അറബിയിൽ കൊടുത്തത് നമ്മുടെ ഭാഷയിൽ തർജിമ ചെയ്യണം. ഒന്നാമത്തത് വഖനഉ ബിതർക്കിൽ മുസ്തഹ വൽ ഫാഖിർ മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില. ഇതിൻ്റെ അർത്ഥം വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക. രണ്ടാമത്തത് അമലുൻ ബിലാ ദിക്രിൽ മനിയ്യതി ലാ അസർ വബിദിക്രിഹാ ഹഖ്കൻ ഖലർബി മആവില. ഇതിൻ്റെ അർത്ഥം മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രതിഫലമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഇനി അടുത്തത് നുഅർരിബ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അറബിയിൽ തർജിമ ചെയ്യണം. ഒന്നാമത്തത് ചെരുപ്പിൻ്റെ വാർ കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ മരണം അടുത്ത് നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. ഇതിൻ്റെ അറബി കുല്ലുംറിഇൻ മുസബ്ബഹുൻ
ഫി അഹ്ലിഹി വൽ മൗതു അദ്ന മിൻ ശിറാകി നഅ്ലിഹി. അടുത്ത പേജ് നോക്കൂ. രണ്ടാമത്തത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതിന്റെ അറബി അക്സിറു സിക്രി ഹാദിമിൽ ലസ്സാത്ത് അൽ മൗത്ത്. ഇനി അടുത്തത് നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഖനാഅത്ത് എന്നാൽ എന്ത്? ഉത്തരം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെയാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, മരണസ്മരണയുടെ വിധിയെന്ത്? ഉത്തരം, സുന്നത്ത്. അതായത് മരണത്തെ ഓർക്കുന്നതിൻ്റെ വിധിയെന്ത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം, സുന്നത്ത്. മൂന്നാമത്തെ ചോദ്യം, മരണസ്മരണ കൊണ്ടുള്ള നേട്ടമെന്ത്? ഉത്തരം, നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും, അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും, ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. നാലാമത്തെ ചോദ്യം, സന്തുഷ്ടരായി മരിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഉത്തരം, വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക്. അഞ്ചാമത്തെ ചോദ്യം, മരണത്തെ പേടിക്കേണ്ടതുണ്ടോ? ഉത്തരം, മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. അടുത്ത പേജ് നോക്കൂ. ആറാമത്തെ ചോദ്യം, ഖബർ ജീവിതത്തെ കുറിച്ചോർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു. ആര്? ഉത്തരം, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് നുഇദു ഫിഖറ, ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. ഒന്നാമത്തത്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് എന്നതിനെ കുറിച്ച് ഒരു ഖണ്ഡിക തയ്യാറാക്കണം. നമുക്ക് തയ്യാറാക്കാം. അപ്പം നോക്കൂ, അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞു. ആ മഹാൻ കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്തു, കഫൻ പുടവ വിരിച്ചു, അതിൽ ഖിബ്ലക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹുൽ ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവായിരുന്നു ആ മഹാൻ. ഇനി രണ്ടാമത്തത്, മരണസ്മരണ ഇല്ലാത്തതിൻ്റെ കോട്ടങ്ങൾ. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രതിഫലമുണ്ടാവുകയില്ല. അവർക്ക് നിസ്കാരത്തിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അസൂയയും അഹങ്കാരവും ഉണ്ടാകുന്നു. ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം വർദ്ധിക്കുന്നു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ വരുന്നു. ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ കഴിയില്ല. ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താൽപ്പര്യവും ഉണ്ടാകുന്നത് മരണത്തെ ഓർക്കാത്തതും പരലോക ചിന്ത ഇല്ലാത്തതിനാലുമാണ്. ഇനി അടുത്ത പേജ് നോക്കൂ. തഹ്സീസിൽ മരണത്തെക്കുറിച്ചുള്ള കവിതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. കുറേ കവിതകളുണ്ട്, അത് ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇതോടെ ഈ പാഠത്തിന്റെ തദ്രീബാത്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.